യൂട്യൂബ് ചാനൽ ഓർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇഷ്ടമുള്ള എടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ഇട്ടു. ഞാൻ ലാസ്റ്റ് ആയിട്ടത് ഡിസംബറിലാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. അതും ക്രിസ്മസിൻ്റെ റൂം ഡെക്കറിൻ്റെ വീഡിയോ ആണ്. അതിനുശേഷം ഒരു വീഡിയോയും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. നന്നായിട്ട് എനിക്കറിയാം. വേറെ ഒന്നും കൊണ്ടല്ല, ലേസിയാണ്. വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് മടിയാണ്. വീഡിയോസ് ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ, അത് മടിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മടിക്കും. അങ്ങനെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുമ്പോഴാണല്ലോ നമ്മൾ വീഡിയോസൊക്കെ എടുക്കേണ്ടത്. ഇതിൽ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഞാനൊരു പപ്പിയെ വാങ്ങുന്നത് റോഡ് വീലറാണ്. ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴൊന്നും ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവനെ വാങ്ങുന്ന ടൈമിൽ. കാര്യം എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു പപ്പി എടുക്കണം എന്നൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആഗ്രഹിച്ചത് ഷിറ്റ്സൂനെ എടുക്കണം എന്നാണ്. പിന്നെയാണ് അതിൽ നിന്ന് മാറി റോഡ് വീലറിലോട്ടായത്. എടുക്കുമ്പോൾ കുറച്ച് പവറായിട്ടുള്ള ഒരു പപ്പിയെ തന്നെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് റോഡിനെ എടുത്തത്. ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന ബ്രൂണോ എന്നാണ്. വേണ്ടി കുറച്ച് ആക്സസറീസ് ഒക്കെ വാങ്ങണം. പിന്നെ കൊണ്ടുവന്ന സമയത്ത് ചെറിയ ബോളും അങ്ങനെയൊക്കെ കളിക്കാൻ സാധനങ്ങൾ, പിന്നെ ലേസിലൊക്കെ ഇട്ടുകൊണ്ട് നടത്തിക്കാനായിട്ട് ബെൽറ്റ്, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവന് കുറച്ചും കൂടെ നമ്മൾ കെയർ ചെയ്യണമല്ലോ, അപ്പോൾ അവന് കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങണം. അതിന് വേണ്ടി ഞാനിന്ന് ഹൈപ്പറിലോട്ട് പോകുന്നുണ്ട്. ഈ ഡോഗ്സിൻ്റെ അക്സസറീസ് ഒക്കെ കിട്ടുന്ന ഹൈപ്പറിലോട്ട് പോകുന്നുണ്ട്. വിചാരിച്ചു ഡോഗ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആകുമല്ലോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഞാൻ വാങ്ങാൻ പോകുന്നത് അവിടുത്തെ ഷോപ്പിലുള്ള ഐറ്റംസ്, എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ വാങ്ങുന്നത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ പപ്പിയെ വാങ്ങുന്നതിന് മുന്നേ ഞാനൊരു ഡ്യൂക്ക് ഞാൻ വാങ്ങി. ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക് വാങ്ങണമെന്ന്. എനിക്ക് 18ാമത്തെ വയസ്സ് തൊട്ട് എനിക്ക് എത്ര ആഗ്രഹമായിരുന്നു. ബൈക്ക് വാങ്ങി. അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഒരു ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ശേഷമാണ് ഞാനിവനെ വാങ്ങിച്ചത്. ഇവനെ വാങ്ങുന്ന ഐറ്റംസൊക്കെ കാണിക്കാനും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വാങ്ങുന്നതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. ഞാൻ ഈ ഒരു കോഡ് സെറ്റാണ് വെയർ ചെയ്യുന്നത്. ആദ്യം കയറിയപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനായിരുന്നു എന്തെടുക്കട്ടെ എന്നുള്ളത്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അവന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ബെൽറ്റാണ്. കാര്യം ലേസിലൊക്കെ നടത്തിക്കാനാണെങ്കിലും അവന് അത്യാവശ്യം ഒരു ബെൽറ്റാണ്. ഞങ്ങൾ ആദ്യം നോക്കിയത് ഓറഞ്ചാണ്. ഓറഞ്ച് കളർ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് റെഡാണ് നോക്കിയത്. റെഡാകുമ്പോൾ ഒരു 5 to 7 months ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബെൽറ്റാണ്. അങ്ങനെ റെഡ് തന്നെയാണ് ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അവിടെ ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട്. പലതരത്തിലുള്ള ബിസ്ക്കറ്റ് ടൈപ്പ് ടോയ്സ്, അങ്ങനെ ഒരുപാട് ആക്സസറീസാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് ഒറിജിനൽ ബോണാണ്. ബോളും റോപ്പുമാണ്. അടുത്ത ഞങ്ങൾ ഫുഡ് സെക്ഷനിലോട്ടാണ് പോയത്. ഫുഡ് സെക്ഷനിൽ റോയൽ ക്യാൻ്റെ ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ 1 kg തന്നെ ഒരു 1000 രൂപ വരും. ഞങ്ങളൊരു 3.5 kg ആണ് എടുക്കുന്നത്. ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മന്ത്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്റ്റോക്ക് ഇട്ട് കൊടുത്താൽ മതി. ആ വെള്ളം മൊത്തം എഴുതും. ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ലിക്വിഡ്, ഷാമ്പു, ഓയിൽ ഇങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ വാങ്ങി. പിന്നെ നേരെ ചെയിൻ നോക്കാനാണ് പോയത്. ചെയിൻ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ചെയിനാണ്. ഞങ്ങൾ ഈ ഗോൾഡ് ചെയിനാണ് എടുത്തത്. എല്ലാം വാങ്ങി നേരെ ബില്ല് ചെയ്യാനായിട്ട് പോയി.
ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, പക്ഷെ കുഴപ്പമില്ല. അവന് വാങ്ങിയതെല്ലാം, അതായത് ബെൽറ്റും ചെയിനും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വാങ്ങിച്ച ബോളെല്ലാം കളിക്കാൻ ഇട്ട് കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.